ആകട്ടെ വേദിയിലായിരുന്ന സഭാശുശ്രൂഷകൻ, സഭാ കമ്മിറ്റി അംഗങ്ങൾ, സൺഡേ സ്കൂൾ സെക്രട്ടറി, സൺഡേ സ്കൂൾ ഭാരവാഹികൾ, ചർച്ച് ലോയർ, സൺഡേ സ്കൂൾ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഏറ്റവും അതിവാത്സ്യമായി സ്നേഹിക്കുന്ന കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനം. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ച കാലം സൺഡേ സ്കൂൾ കാലമായി നാം ആഘോഷിച്ചു. ഇന്നത്തെ വിശുദ്ധ ആരാധനയും അതിനോടനുബന്ധിച്ച് കുരുന്നുകളും അധ്യാപകരും നേതൃത്വം നൽകി. അതിന്റെ ഭാഗമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ കൃപകളോട് നന്ദിയിരുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ സൺഡേ സ്കൂൾ സെക്രട്ടറിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരം എടുപ്പിക്കുന്ന ഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കും, അടിമമുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളേക്ക് അത് പരസ്യമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ സംഗീതങ്ങളുടെ പിതാവേ, കർത്താവേ, ഒരു വിശുദ്ധ ഞായറാഴ്ച ദിവസം നല്ല വിശുദ്ധ ആരാധന ചെയ്യും അവിടുത്തെ സന്നിധിയിലായിരുന്നു. അവർ നിങ്ങൾക്ക് ആരാധനയിൽ കൂടി തിരുവചനം സംസാരിക്കാൻ സംസാരിക്കുന്നവരെ കേൾക്കാരായിട്ട് അവരുടെ ജനത്തെ കൊടുക്കുകയാണ്. അവരുടെ ലോകത്തിന്റെ മോഹ വലയങ്ങളിലും പാപത്തിന്റെ ചങ്ങലകളിലും അതിവേഗം അകപ്പെടാനുള്ള സാധ്യതകളുള്ള ഒരു കാലഘട്ടം. മൂല്യങ്ങൾ അവഗണിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന തലമുറകളുടെ കാലഘട്ടം. കൂട്ടിവെക്കുന്നതിലല്ല, മറിച്ച് പങ്കിടുന്നതിലാണ് നന്മ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. കയ്യിലുള്ള വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നവരുടെ കൂട്ടായ്മയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം. പ്രലോഭനങ്ങളിൽ കൂടെയും പരീക്ഷണങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന ആധുനിക തലമുറയെ ശരിയായ ദിശാബോധം നൽകി നേർവഴിക്ക് നയിക്കുന്ന വേദിയാണ് സൺഡേ സ്കൂൾ. നീതിബോധവും സത്യസന്ധതയുമുള്ള കുറച്ച് ആളുകളുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ജീർണത തടയുവാൻ കഴിയുമെന്ന് മാർട്ടിൻ ബൂബറുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. നീതിബോധവും സത്യസന്ധതയുമുള്ള കുറച്ചാളുകൾ, അപ്രകാരമുള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്ന വേദിയാണ് സൺഡേ സ്കൂൾ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള പ്രയാണം ചെയ്യുവാൻ കുരുന്നുകളെ സജ്ജരാക്കുന്ന വേദിയാണ് സൺഡേ സ്കൂൾ. ആയിരിക്കുന്ന അവസ്ഥയിലല്ല, മറിച്ച് ആയിരിക്കേണ്ടുന്ന അവസ്ഥയിൽ. എന്നാൽ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്നത് പലവിധമായുള്ള അടിമത്വത്തിലാണ്. എന്താണ് അടിമത്വം? ഒറ്റ വാക്കിൽ പറയുവാൻ കഴിഞ്ഞാൽ നമ്മെ കീഴ്പ്പെടുത്തുന്നത് എന്തും അടിമത്വമാണ്. നമ്മെ കീഴ്പ്പെടുത്തുന്നത് എന്തും അടിമത്വമാണ്. കാണേണ്ടത് മാത്രമേ കാണാവൂ, കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാവൂ, സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കാവൂ. ഇതിനപ്പുറം നാം കടക്കുമ്പോൾ പലവിധമായ തിന്മകളിലേക്കാണ് നാം പ്രവേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ആത്മബലം നമുക്കില്ലെങ്കിൽ അടിമത്തത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. നമ്മെ നശിപ്പിക്കാൻ നമ്മോടടുക്കുന്ന സാത്താന്റെ കുതന്ത്രങ്ങളെ നാം മനസ്സിലാക്കണം. പ്രസിദ്ധ സുവിശേഷ പ്രസംഗനായ ചാൾസ് സ്പർജൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ദൈവത്തെ ദിനംപ്രതി അന്വേഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സാത്താൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. നിങ്ങൾ ദൈവത്തെ ദിനംപ്രതി അന്വേഷിക്കുന്നില്ലെങ്കിൽ സാത്താൻ നിങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. സാത്താന്റെ കുതന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. പലപ്പോഴും തെറ്റായ ബന്ധങ്ങളും മൊബൈൽ ഫോണും ലഹരി മരുന്നുകളും അതുപോലെ മൊബൈൽ ഗെയിമുകളും നാമഭാവവും അഹങ്കാരവും എല്ലാം നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. ഈ വർഷത്തെ അഖിലലോക സൺഡേ സ്കൂൾ ദിനത്തിന്റെ ചിന്താവിഷയമായി നമുക്ക് നൽകിയിരിക്കുന്നത് ബന്ധങ്ങൾ തകരട്ടെ, വിശ്വാസം വളരട്ടെ എന്നതാണ്. ബന്ധങ്ങൾ തകരട്ടെ, വിശ്വാസം വളരട്ടെ. അതെ, ഇതിൽ ഏതിനോടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മെ ബന്ധനത്തിലാക്കുന്നത്. അതിൽ നിന്നും അകന്നു നിൽക്കുവാൻ നാം പഠിക്കണം. അവിടെയാണ് സൺഡേ സ്കൂളിന്റെ പ്രസക്തി.
നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളിൽ നിന്നും നാം അത് തകർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നാം വളരണം, ക്രിസ്തുവുമായുള്ള വിശ്വാസത്തിൽ നാം വളരണം. എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ കഴിയും? ഒന്നാമതായി സ്വയം ശിക്ഷണം അഥവാ സ്വയം വിലയിരുത്തൽ. സ്വയം ശിക്ഷണം അഥവാ സ്വയം വിലയിരുത്തൽ. ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. പലപ്പോഴും നമുക്ക് ഇന്ന് ഇല്ലാതെ പോകുന്ന ഒരു ഗുണമാണല്ലേ. മറ്റുള്ളവരെ നോക്കുവാനും അവരെ വായിക്കുവാനും അവരുടെ തെറ്റുകൾ എണ്ണി പറയുവാനും നമുക്ക് കഴിയുന്നു. എന്നാൽ നമ്മിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം പ്രകാരം പറയുന്നു: ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വഴി അതിനെ അവരിൽ നിന്ന് അകറ്റി കളയുന്നു. ബാലന് ശിക്ഷണം ആവശ്യമാണെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് ഉപദേശങ്ങളും ശിക്ഷണങ്ങളും എല്ലാം നമ്മെ അലോസരപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും അധ്യാപകർക്ക് പോലും തങ്ങളുടെ മുന്നിലായിരിക്കുന്ന വിദ്യാർത്ഥികളെ ശിക്ഷിക്കുവാനോ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ കഴിയാതെ പോകുന്നു. ഇവിടെ വിശ്വാസത്തിൽ വേറൊരു ജീവിതം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയണം. നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ്. നമ്മുടെ ജീവിതം സൂക്ഷിക്കേണ്ടത് നാം ആണ്. കാരണം മറ്റുള്ളവർ വായിക്കുന്ന പുസ്തകങ്ങളാണ് നാം ഓരോരുത്തരുടെയും ജീവിതം. അവിടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് എവിടെയോ മൂല്യച്യുതൽ സംഭവിച്ചിരിക്കുന്നു. പ്രാർത്ഥനയും ദൈവപുസ്തകവും ഈ തിരുത്തലുകൾക്ക് അനിവാര്യമാണ്. ഈ ആന്തരിക അച്ചടക്കം നമുക്ക് ഉണ്ടാകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ഈ വാക്യത്തിലൂടെ അവനവനിലേക്ക് തിരിഞ്ഞു നോക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുകയില്ല. ആത്മശിക്ഷണമുള്ളവർ പ്രകാശം പരത്തുന്നവരും സമൂഹത്തിലെ ഇരുട്ട് അകറ്റുന്നവരും ആയിരിക്കും. നീതിബോധത്തോടെ അവർക്ക് ജീവിക്കാനാകും. എല്ലാ വഴിവിളക്കുകളും അണയുമ്പോൾ ചിലർ മാത്രം ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ആത്മശിക്ഷണത്തിലൂടെ ആത്മവെളിച്ചം നേടിയവർ ആണെന്നാണ്. കൊല്ലുന്നവരും മോഷ്ടിക്കുന്നവരും മാത്രമല്ല തെറ്റ് ചെയ്തവർ. ദൈവസന്നിധിയിൽ സ്വയം ആരെന്ന് തിരിച്ചറിയാതെ പോകുന്നവരും അപരാധികളാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്: നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ഇതിൽ സകല ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. സ്വയം ശിക്ഷണമില്ലാത്തവന് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനാവുക? എങ്ങനെയാണ് അവരിലെ നന്മ നമുക്ക് കാണാൻ കഴിയുക? എപ്പോഴും ദൈവത്തിൽ അഭിരുഷിതരാണ് ഏലിയാവ്, എലീശ, മോശ തുടങ്ങിയവരെല്ലാം. സ്വയം ശിക്ഷണത്തിലൂടെ മറ്റുള്ളവരെ നേർവഴിയിലേക്ക് നയിച്ചത്. ദാവീദിനെ പോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കും പറയാൻ പറ്റും: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. നാം വായിച്ച സുവിശേഷ ഭാഗത്തെ മുടിയനായ പുത്രൻ സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ വ്യക്തിയാണ്. എപ്പോഴാണോ അവൻ സ്വയം തിരിഞ്ഞു നോക്കിയത്, അപ്പോൾ അവന് പിതൃഭാവത്തിലേക്ക് കടന്നു വരാൻ കഴിയും. ഈ പ്രഭാതത്തിൽ നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. നാം ഇന്ന് എവിടെയാണ് ആയിരിക്കുന്നത്? ഒരു മടങ്ങി വരവ് നമുക്കിന്ന് ആവശ്യമുണ്ടോ? എവിടെയെങ്കിലും തിരുത്തലുകൾ അനിവാര്യമാണ്. തിരുത്തേണ്ടത് നാം തന്നെയാണ്. മറ്റുള്ളവരെ നാം ഇന്ന് വിരച്ചുകൊണ്ടുപോ നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മറക്കരുത്. എവിടെയാണോ തെറ്റുപറ്റിയത് അത് തിരിച്ചറിയുവാനും അത് തിരുത്തുവാനും മുന്നോട്ട് ജീവിക്കുവാനും നമുക്ക് കഴിയണം. രണ്ടാമതായി വേദപുസ്തക വായനയും പ്രാർത്ഥനയും. ഒന്നാമതായി സ്വയം ശിക്ഷണം, രണ്ടാമതായി വേദപുസ്തക വായനയും പ്രാർത്ഥനയും. വിശ്വാസത്തിൽ വളരണമെങ്കിൽ വേദപുസ്തക വായനയും പ്രാർത്ഥനാനിരതമായ ജീവിതവും നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ മുഖം നാം കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ് നമ്മുടെ ആത്മീയ ജീവിതം നാം വേദപുസ്തകത്തിൽ തിരഞ്ഞെടുക്കുന്നത്. ഇന്നലകളിലെ നിരാശയും
നാളെയെക്കുറിച്ചുള്ള ഭീതിയും അകറ്റി ഇന്ന് കർത്താവിനോടുകൂടെ വസിക്കുവാൻ ദൈവപുസ്തകം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ കാലിന്റെ രൂപവും പാതയ്ക്ക് പ്രകാശവുമാണ് തിരുവചനം. പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പതറിപ്പോകുന്ന നമുക്ക് നിത്യ പ്രകാശമാണ് തിരുവചനം. ഒരുവൻ അവബോധത്തിന്റെ തെളിയിക്കുകയും വ്യക്തിത്വം പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് തിരുവചനം. തെറ്റ് പറ്റിയാൽ അത് തിരിച്ചറിയുവാനും സ്വയം തിരിച്ചറിഞ്ഞ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കുവാനും ശരിയും തെറ്റും കണ്ടെത്തുവാനും നന്മയും തിന്മയും തിരിച്ചറിയുവാനും സത്യവും അസത്യവും മനസ്സിലാക്കുവാനും ഇന്ന് വചനം സഹായിക്കുന്നു. പൊള്ളുന്ന ജീവിതയാത്രയിൽ പലപ്പോഴും പാടിപ്പോകാതിരിക്കുവാനും അലയടിക്കുന്ന ജീവിത സമ്മർദ്ദങ്ങളിൽ മുങ്ങി താഴാതിരിക്കുവാനും കരുത്ത് പകരുന്നതാണ് തിരുവചനം. ദൈവവചനം നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നു. 1-ാം സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നത് ഭാഗ്യമാണ്. അവൻ ആചരികൾക്ക് നട്ടിരിക്കുന്നതും തത്വകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മുടെ വ്യക്തിത്വങ്ങളിലും നമ്മുടെ മനസ്സിലും ഒരുപാട് ശക്തിയും കഴിവും നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ശക്തിയെയും കഴിവിനെയും പുറത്തു കൊണ്ടുവരണമെങ്കിൽ പ്രാർത്ഥനയും വേദപുസ്തക വായനയും ഇന്ന് അനിവാര്യമാണ്. നാം നമ്മുടെ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ക്രിസ്തുവിനെ പോലെ തന്നെ പിതാവുമായുള്ള ബന്ധത്തിൽ നാം നിരന്തരം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ക്രിസ്തുവിന്റെ പ്രാർത്ഥനാനിരതമായ ജീവിതം ഇന്ന് നമുക്കും ആവശ്യമാണ്. പ്രാർത്ഥന ജീവിതമുള്ള വ്യക്തിക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അവയെ എങ്ങനെ തരണം ചെയ്യണമെന്ന്, എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആ വ്യക്തിക്ക് അറിയാൻ കഴിയും. അവനെ പരിഗണിക്കുന്നു എന്ന പുസ്തകത്തിൽ ഒലിമ്പിയം സാലസ് തന്റെ ഗ്രാമത്തിലെ ഒരു സംഭവകഥ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പെൺകുട്ടി വെള്ളം കോരി പാത്രത്തിൽ നിറയ്ക്കുന്നത് അദ്ദേഹം കണ്ടു. ആ പെൺകുട്ടി വെള്ളം കോരി പാത്രം നിറയ്ക്കുന്നു. എന്നിട്ട് അത് തലയിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കടികഷ്ണം ആ വെള്ളത്തിൽ അവൾ നിക്ഷേപിക്കുന്നു. ഇതെന്തിനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ചെന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നു, അല്ലേ, നീ എന്തിനാണ് ഈ കടികഷ്ണം ഈ വെള്ളത്തിൽ ഇടുന്നത്? ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, അതറിഞ്ഞുപോലും വെള്ളം നിറഞ്ഞ് തുളുമ്പാതിരുന്നു. ഈ സംഭവം രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം വഴിക്കുറിപ്പായി പ്രകാരം നിന്റെ ഹൃദയം എപ്പോഴെല്ലാം ആകുലതകളാലും ആശങ്കകളാലും നിറയുന്നു, അപ്പോൾ പ്രാർത്ഥനയാവുന്ന കടികഷ്ണം അത് നിക്ഷേപിക്കുക. അത് തുളുമ്പുകയില്ല. നമ്മുടെ ജീവിതങ്ങളിൽ പരീക്ഷണങ്ങളും നിരാശകളും കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുമായി നാം ദൈവസന്നിധിയിൽ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ശക്തമാണ്. അത് ഒരിക്കലും പാഴാകുകയില്ല. ജീവിതം ഒഴുകുന്നത് മുന്നോട്ടാണ്, പിന്നോട്ടല്ല. പ്രാർത്ഥനയിലൂടെ മുന്നോട്ടൊഴുകാൻ നമുക്ക് കഴിയും. ജീവിത പ്രതിസന്ധി തരണം ചെയ്യുവാൻ ദൈവത്തോടു കൂടി വസിക്കണം. പാറയെ മാറ്റുന്നത് യുഗങ്ങളായി ഒഴുകുന്ന നീരൊഴുക്കാണ്. പാറയാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രാർത്ഥനയാവുന്ന നീരൊഴുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനയാൽ നിറയ്ക്കുവാൻ നമുക്ക് കഴിയും. കുരുന്നുകളായിരിക്കുന്ന നമുക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എപ്പോഴും ദൈവത്തോടൊപ്പം വസിക്കുവാൻ സ്വയം ബോധത്തോടെയും സ്വയം ശിക്ഷണത്തോടെയും വേദപുസ്തക പാരായണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മുമ്പോട്ട് പോകുവാൻ കഴിയും. അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ദൈവം സമർപ്പിക്കാൻ